മമ്മൂക്കയുടെ സൂര്യമാനസത്തിലെ ഫോട്ടോ വെച്ച് ഇന്നും ആ പേരുകളിൽ ഇന്നും സ്റ്റിക്കേഴ്സുകളുണ്ട്. ലാലേട്ടന്റെ സ്റ്റിക്കേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പം ഇത് ഇത്രയും അങ്ങ് കോമൺ ആയി വരുന്നൊന്നും അന്നൊന്നും അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അന്നത്തെ ഒരു ഓളത്തിന് അങ്ങ് തുടങ്ങുന്നു. അതെ, ഓളത്തിന് അത് നമ്മൾ അറിയുന്നില്ലല്ലോ. ഫ്യൂച്ചർ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അന്നറിയില്ലല്ലോ ഇതിങ്ങനെ ഇത്രയും വലിയൊരു പോപ്പ് കൾച്ചറായി മാറുന്നുള്ള അറിയില്ലല്ലോ. ഇത് പിന്നെ ഒന്നാമത് ഞാൻ ഒരു സംഭവം തുടങ്ങിയതല്ലാതെ ഇതൊക്കെ ആട്രിബ്യൂട്ട് ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ ഡിസിമിനേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തുള്ള ഒരു +2 അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാ. അവർക്കെല്ലാം ഇപ്പം 10-30 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പ്രാരാബ്ധമായി. അവരൊന്നും ഇല്ല ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നേ. അവരൊന്നും ഫാൻ ഫൈറ്റും ഇല്ല, ഒരു പരിപാടിയില്ല, ഫേസ്ബുക്കിന് യൂസ് ചെയ്യുന്നില്ല. അവർക്കെല്ലാം 10-35 വയസ്സായി. ഇപ്പോഴത്തെ പിള്ളേരാണ്, ജെൻസി പിള്ളേര് ഇത് കണ്ടിന്യൂ ചെയ്യാം ഇൻസ്റ്റയിലും അവിടെ ഇവിടെയൊക്കെ. ഇവർക്ക് അറിയില്ല ഇതെങ്ങനെ, ഇതിൻ്റെ ഒറിജിനും ഇതെങ്ങനെ വന്നതെന്ന് എവിടെയാണെന്നും FSC ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബിൽ ചില ദോസ് കൈൻഡ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അറിയില്ല ഇത് എവിടെ നിന്ന് വന്നതെന്ന്. ഇവർ വിചാരിക്കുന്നത് ഞാനിപ്പോൾ എന്തോ കണ്ടുപിടിച്ച് പറഞ്ഞതാണ്. ഇത് ഓൾറെഡി ഉള്ളതാണ്, എക്സിസ്റ്റിംഗ് വേർഡ്സ് തന്നെ ഉപയോഗിക്കുന്നത്. അല്ല ഞാനായിട്ട് കോയിൻ ചെയ്ത വേർഡ്സും അങ്ങനെയൊന്നുമില്ല. അത് പഴയ ആൾക്കാർക്ക് എൻ്റെ റിവ്യൂ ആണ് മനസ്സിലാവും. ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ ഇപ്പം അങ്ങനെ റിവ്യൂ ഇടലുമില്ല.